ഹലോ, ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് എൻ്റെ ഇന്നലത്തെ വാട്ട് ഐ ഈറ്റിൻ്റെ ഡേ ആണ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒരു ചെറിയൊരു കുക്കിംഗ് ആണ് കാണിക്കുന്നത്. അപ്പോൾ ഇന്ന് കിഴങ്ങ് കറി വെക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 2-3 കിഴങ്ങ് ചെറുതായിട്ട് അരിഞ്ഞതും അതുപോലെ തന്നെ ഒരു സവോള, കുറച്ച് ഗ്രീൻ ചില്ലി, ഒരു ഹാഫ് ടൊമാറ്റോ എല്ലാം കൂടെ എടുത്തിട്ട് വെളിച്ചെണ്ണയ്ക്കകത്ത് വഴട്ടുകയാണ്. അപ്പോൾ ഏറ്റവും ആദ്യം കടുക് പൊട്ടിച്ചു. നേരെ താളിച്ച് ഡയറക്റ്റായിട്ട് തന്നെ ഒരു കുക്കർ പൊട്ടറ്റോ കറിയാണ്. ഇനിയിപ്പം വേറെ പോട്ടിലേക്കൊന്നും മാറ്റുന്നില്ല. ഡയറക്റ്റ് താളിക്കലും കാര്യങ്ങളും എണ്ണയിൽ വഴട്ടലും എല്ലാം ഈ ഒരു കുക്കറിൽ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പൊടികളായിട്ട് നമ്മൾ ചില്ലി പൗഡറും അതുപോലെ തന്നെ മല്ലിപ്പൊടി, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പെരിഞ്ജീരകപ്പൊടി, ഗരം മസാല പൊടി, അങ്ങനെയുള്ള ഒരു ഇറച്ചിക്കറി വെക്കുന്ന രീതിയിലുള്ള ഒരു കിഴങ്ങ് കറിയാണ് വെക്കുന്നത്. അപ്പോൾ നന്നായിട്ട് മസാലയുടെ പച്ചമണമൊക്കെ മാറിയതിന് ശേഷം കിഴങ്ങ് നന്നായിട്ടിട്ട് അതും ഒരു 5 മിനിറ്റ്സ് എണ്ണയ്ക്കകത്ത് വഴട്ടുകയാണ്. അതിനുശേഷം കുറച്ച് ചൂടുവെള്ളവും കൂടെ ഒഴിച്ച് വിസിൽ വെക്കാനായിട്ട് അടച്ചു മാറ്റി വെക്കുകയാണ്. പിന്നെ അപ്പോൾ കിഴങ്ങ് കറിയുണ്ട്, വളരെ സ്പൈസി ആയിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള കിഴങ്ങ് കറി. കിഴങ്ങ് കറിയുടെ കോമ്പിനേഷനായിട്ട് ഇന്ന് എടുക്കുന്നത് വളരെ ക്രിസ്പി ആയിട്ടുള്ള നല്ല മുരുമുരാന്നുള്ള വെള്ളയപ്പമാണ്. അപ്പോൾ നമ്മുടെ കിഴങ്ങ് കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചൂടുവെള്ളം ഒഴിച്ചപ്പോഴത്തേനും ഒരു ഇച്ചിരി വെള്ളം കൂടുതലായി. അപ്പോൾ അതൊന്ന് വറ്റിച്ചെടുക്കാൻ വേണ്ടി മാറ്റുകയാണ്. അപ്പോൾ അപ്പത്തിനായതുകൊണ്ട് നമുക്ക് ഗ്രേവി കുറച്ച് വേണം. അതുകൊണ്ട് തന്നെ ഒരുപാട് തിക്കാക്കുന്നില്ല. നമ്മുടെ വളരെ ക്രിസ്പി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള വെള്ളയപ്പവും അതുപോലെ തന്നെ കിഴങ്ങ് കറിയും റെഡി ആയിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടുള്ള അപ്പമാണ്. അപ്പോൾ പൊട്ടറ്റോ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് കഴിക്കാനുള്ള അപ്പം ഞാൻ എടുത്തതാണ്. 2 ചൂട് വെള്ളയപ്പം എടുത്തു. അതിൻ്റെ മുകളിലേക്ക് കിഴങ്ങൊക്കെ ഒഴിച്ച് കഴിക്കാൻ പോവാണ്. ചായ ഇല്ല, കാരണം എന്താ വെച്ചാൽ ഹെൽത്ത് വൈസ് ഓക്കെ ആയി വരുന്നേ ഉള്ളൂ. അപ്പം പാല് കുടിക്കുകയാണെങ്കിൽ ഇനിയും കഫക്കെട്ടും ഒക്കെ കൂടണ്ടെന്ന് വിചാരിച്ചിട്ട് എനിക്ക് ചായ കുടിക്കാത്തത് ഭയങ്കര പാടാണ്. രാവിലെ നല്ല ചൂട് അപ്പവും നല്ല എരിവുള്ള കറിയുടെയൊക്കെ കൂടെ ഒരു പാൽച്ചായ ഊതി കുടിക്കുന്നത് ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. പിന്നെ ഇപ്പോൾ രാവിലെ ചൂടുവെള്ളം ആണ് കുടിക്കുന്നത്. അപ്പോൾ ഈ ഒന്ന് റെഡി ആവുന്നത് വരെ രാവിലെ ചൂടുവെള്ളമാണ് കുടിക്കുന്നത്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അത്യാവശ്യം കൂടുതൽ കാശ്മീരി ചില്ലി പൗഡറും മല്ലിപ്പൊടിയൊക്കെ ചേർത്തിട്ട് പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും എല്ലാം ചേർത്തിട്ടുള്ള നല്ല അടിപൊളി. ഞാൻ ഇറച്ചിക്കറി ഇങ്ങനെ വെക്കാറുണ്ട്. അപ്പോൾ കിഴങ്ങ് കറി നമുക്ക് ഒരുപാട് രീതിയിൽ വെക്കാം. സ്പൈസി ആയിട്ട് വെക്കാം, നോൺ സ്പൈസി ആയിട്ട് മഞ്ഞ കളറിന് തേങ്ങ അരച്ച് വെക്കാം. പക്ഷേ എനിക്കിപ്പോൾ വായിക്കൊക്കെ ഒരു ഒരു ഇതൊക്കെ മാറി വരുന്നതല്ലേ ഉള്ളൂ, അതൊക്കെ മാറി വരുന്നത് കൊണ്ട് സ്പൈസി ആയിട്ട് എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ തോന്നി. അതുകൊണ്ട് അത്യാവശ്യം നല്ല സ്പൈസി ആയിട്ട് തന്നെയാണ് ഞാൻ ഇന്ന് റെഡിയാക്കിയിരിക്കുന്നത്. നല്ല ടേസ്റ്റി ആയിട്ട് നല്ല അടിപൊളി കിഴങ്ങ് കറിയും നല്ല ക്രിസ്പി ആയിട്ടുള്ള ക്രഞ്ചി ആയിട്ടുള്ള നല്ല അടിപൊളി സോഫ്റ്റ് വെള്ളയപ്പവും. അപ്പോൾ എല്ലാം കൂടെ ചേർത്തിട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് എൻജോയ് ചെയ്ത് കഴിച്ചു. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നീട് കിവി ഒരു 2-3 കിവി എടുത്തിട്ട് തൊലി കളഞ്ഞ് വട്ടത്തിൽ അരിഞ്ഞതിന് ശേഷം റൗണ്ടായിട്ട് കട്ട് ചെയ്തതിന് ശേഷം കിവി കഴിക്കുകയാണ്. ഇതൊരു സ്പെഷ്യൽ കിവിയാണ്, ഒരു യെല്ലോ കളറാണ്. അതുകൊണ്ട് തന്നെ നല്ല മധുരം കൂടുതലുള്ള ഒരു ടൈപ്പ് കിവിയാണ്. പിന്നെ അതിന് ശേഷം രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് തന്നെ ഒരു ബൗള് ഗ്രേപ്സ് കഴിച്ചു. ശരിക്കും എനിക്ക് ഈയിടെ കിട്ടിയ ഒരു അറിവനുസരിച്ചിട്ട് നമ്മൾ ഫ്രൂട്ട്സ് എന്ന് പറയുന്നത് മാക്സിമം ഒരു ഡേയുടെ ഫസ്റ്റ് ഹാഫിൽ ഫ്രൂട്ട്സ് കഴിക്കുന്നതാണ് ഹെൽത്തിന് ഒരുപാട് ബെനിഫിറ്റ്. സെക്കൻഡ് ഹാഫ്, അതായത് നൈറ്റ് വരെയുള്ള, അതായത് ഉച്ച കഴിഞ്ഞിട്ട് ഈവനിങ് ടു നൈറ്റ്, ഉച്ച കഴിഞ്ഞിട്ടുള്ള സെക്കൻഡ് ഹാഫിൽ ഫ്രൂട്ട്സ് കഴിക്കുന്നതിലും ബെറ്റർ ഒരു ഡേയിലെ ഫസ്റ്റ് ഹാഫിൽ കഴിക്കുന്നതാണ് നമ്മുടെ ശരീരത്തിന് കൂടുതൽ ബെറ്റർ എന്നാണ് ഞാൻ അറിഞ്ഞതും. അപ്പോൾ അതുകൊണ്ട് തന്നെ എങ്കിലും ഞാൻ രാത്രിയും ഫ്രൂട്ട്സൊക്കെ കഴിക്കാറുണ്ട്. എങ്കിലും കൂടുതൽ നല്ലത് നമ്മൾ പകൽ സമയത്ത് ഫ്രൂട്ട്സ് കഴിക്കുന്നതാണ്. പിന്നെ ഓക്കെ, അതൊക്കെ പോട്ടെ. അത് കഴിഞ്ഞ് ലഞ്ചിന് ഞാൻ എടുത്തിരുന്നത് 2 ചപ്പാത്തിയാണ്. പിന്നെ കിഴങ്ങ് കറിയോടുള്ള ഇഷ്ടം, അതായത് കിഴങ്ങ് കറി രാവിലെ കഴിച്ചപ്പോൾ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് തന്നെ ചപ്പാത്തിക്ക് വേറെ സ്പെഷ്യലായിട്ട് ഞാൻ ഒന്നും റെഡിയാക്കുന്നില്ല. ആ പൊട്ടറ്റോ കറി, ആ കിഴങ്ങ് കറിയും കൂട്ടി തന്നെ ചപ്പാത്തി കഴിച്ചു. വളരെ ടേസ്റ്റായിരുന്നു. രാവിലെ അപ്പത്തിൻ്റെ കൂടെ കഴിച്ചപ്പോഴും ഭയങ്കര ടേസ്റ്റായിരുന്നു. ഇപ്പോൾ ചപ്പാത്തിയുടെ കൂടെ കഴിച്ചപ്പോഴും സൂപ്പർ ടേസ്റ്റി, അടിപൊളി കോമ്പിനേഷനാണ്. ചപ്പാത്തിയും കിഴങ്ങ് കറി എന്ന് പറയുന്ന അടിപൊളി കോമ്പിനേഷനാണല്ലോ. അപ്പോൾ ഈ ഒരു കറി എന്ന് പറയുന്നത് പ്രത്യേക ടേസ്റ്റാണ്. ജിഞ്ചർ ഗാർലിക് പേസ്റ്റൊക്കെ ചേർത്തതുകൊണ്ട് ഭയങ്കര ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇറച്ചിക്കറിയൊക്കെ വെക്കുന്നത് പോലെ കിഴങ്ങ് കറി വെക്കാത്തവർ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അതിനുശേഷം സാറായിക്ക് എന്തെങ്കിലും മധുരം വേണമെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ
എന്ത് ചെയ്തു, അവൾക്ക് ലഞ്ചൊക്കെ കൊടുത്തതിന് ശേഷം ഒരു പീസ് കേക്ക് എടുത്ത് അത് ഞാൻ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് നോക്കിയതേ ഉള്ളൂ, സാറാക്ക് വേണ്ടി എടുത്തതായിരുന്നു. അതിനുശേഷം ഒരു ഈവനിങ് ആയപ്പോഴത്തേനും ഞാനൊരു സ്വീറ്റ് കോണിൽ കുറച്ച് ഉപ്പും അതുപോലെ തന്നെ കാശ്മീരി ചില്ലി പൗഡറും നന്നായിട്ട് പുരട്ടിയതിന് ശേഷം ഇഡ്ഡലി തട്ടിൽ നന്നായിട്ടൊന്ന് ആവി കയറ്റി എടുത്തു. അപ്പോൾ അതിനുശേഷം അത് കടിച്ച് തിന്നുമ്പോഴത്തേനും കോണിൻ്റെ ഒരു മൈൽഡ് സ്വീറ്റ്നെസ്സും ചില്ലി പൗഡറിൻ്റെ എരിവൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അത്യാവശ്യം നന്നായിട്ട് വെന്തായിരുന്നു. അപ്പോൾ അതിനുശേഷം ഈവനിങ് ആയപ്പോഴത്തേനും കുറച്ച് ചിക്കൻ പോപ്കോൺ എടുത്ത് കഴിച്ചു. അതിനുശേഷം ഇത് പിന്നെ ഒരു 6:37 ഒക്കെ ആയപ്പോഴത്തേനും കുറച്ച് ബ്രെഡ് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ആ ബ്രെഡ് എന്ന് പറയുന്നത് നെക്സ്റ്റ് ഡേ ഒക്കെ ആണെങ്കിൽ ആ ബ്രെഡിൻ്റെ ഡേറ്റ് പോകും, എക്സ്പയറി ഡേറ്റ് കഴിയാറായി. അതുകൊണ്ട് തന്നെ ആ ബ്രെഡ് വെച്ചിട്ട് എന്തെങ്കിലും തട്ടിക്കൂട്ടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഒരു പാത്രത്തിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിച്ചു. അതിലേക്ക് ഒരു സവോള ചോപ്പ് ചെയ്തതും ഒരു ഗ്രീൻ ചില്ലിയും ഉപ്പും ഇട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യാണ്. ഞാൻ പെപ്പർ പൗഡർ മനഃപൂർവ്വം ഇടുന്നില്ല. കാര്യം എന്താ വെച്ചാൽ എനിക്ക് ചിലപ്പോൾ പെപ്പർ പൗഡർ അത്ര ഇഷ്ടപ്പെടാറില്ല. എന്താ പറയുക, ഇങ്ങനെ ബ്രെഡ് ചെയ്യുന്നതിലൊന്നും എനിക്ക് പെപ്പർ പൗഡറിൻ്റെ ആ ഒരു ടേസ്റ്റ് ഇഷ്ടമല്ല. എനിക്ക് ആ ഓണിയൻ്റെയൊക്കെ ഒരു സ്വീറ്റ്നെസ് ഉണ്ടല്ലോ അത് കിട്ടണം. അപ്പോൾ പെപ്പർ പൗഡറൊക്കെ ഇടുകയാണെങ്കിൽ ഓവർ എരിവ് എനിക്ക് വേണ്ട. ഇപ്പോൾ എരിവിന് വേണ്ടി നമ്മൾ ഗ്രീൻ ചില്ലി ചേർത്തല്ലോ, അത് മതി. അപ്പോൾ അത് ആ പാനിലേക്ക് കുറച്ച് കോക്കനട്ട് ഓയിൽ ഒഴിച്ചു. ഒഴിച്ചതിന് ശേഷം കുറച്ച് സ്ലൈസ് ബ്രെഡ്, ഒരു ട്രയാങ്കിൾ, ഒരു ബ്രെഡ് 2 പീസായിട്ട് കട്ട് ചെയ്തതിന് ശേഷം എണ്ണയിലേക്ക് ഓരോന്നോരോന്നായിട്ട് ഇടുകയാണ്. അപ്പോൾ എൻ്റെ ഈ ഒരു എന്താ പറയുക ബ്രെഡ് ഓംലെറ്റ് അല്ലെങ്കിൽ എൻ്റെ ഈ ബ്രെഡ് പൊരിച്ചതിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ ഒരു സൈഡിൽ ബ്രെഡ് മാത്രം വരും, എന്നാൽ ടോപ്പിൽ ഞാൻ എന്ത് ചെയ്യും, കൈ കൊണ്ട് എടുത്തിട്ട് കുറച്ച് കൂടുതൽ സവോള അരിഞ്ഞതും അതുപോലെ തന്നെ ഗ്രീൻ ചില്ലിയൊക്കെ എടുത്ത് വെക്കും. അപ്പോൾ എന്നിട്ട് അത് മറിച്ചിട്ട് തിരിച്ചിടുമ്പോഴത്തേനും എന്താ പറയുക, നല്ല ടേസ്റ്റി ആയിട്ട് നല്ല കാരാമലൈസ് ഓണിയനായിട്ട്, അതായത് സവോള നല്ല എന്താ പറയുക ഫ്രൈഡ് ആയിട്ടുള്ള ഫോമിൽ കിട്ടും. അത് നമ്മൾ കഴിക്കുമ്പോഴത്തേനും ഭയങ്കര ടേസ്റ്റാണ്, അടിപൊളിയാണ്. അപ്പോൾ ഞാനത് ഇപ്പോൾ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. ഒരു സൈഡ് ഞാൻ ഡയറക്റ്റ് മുക്കുന്നു, മറ്റേ സൈഡിലേക്ക് കണ്ടോ ഇതുപോലെ നമ്മൾ കുറച്ച് കൂടുതൽ ചോപ്പ് ചെയ്ത ഓണിയൻസ് വെച്ച് കൊടുക്കും. അപ്പോൾ ബാക്ക് സൈഡ് നന്നായിട്ട് ഫ്രൈ ആയതിനു ശേഷം നമ്മൾ ഇപ്പുറത്തെ സൈഡ് തിരിച്ചിടുമ്പോഴത്തേനും നല്ല ഒരു ഫ്രൈഡ് ഫോമിൽ കിട്ടും. അപ്പോൾ അത് സവോള നന്നായിട്ടൊന്ന് മൂത്ത് കഴിയുമ്പോഴത്തേനും ഈ ഒരു ടോപ്പിലുള്ള സവോള എന്ന് പറയുന്നത് കടിച്ച് തിന്നാൻ ഭയങ്കര ടേസ്റ്റാണ്. എനിക്ക് ടൊമാറ്റോ കെച്ചപ്പ്, അതായത് ടൊമാറ്റോ സോസ് സാധാരണ അത്ര വലിയ ഇഷ്ടമുള്ള ആളല്ല, പക്ഷേ ഇതിൻ്റെ കൂടെ ഇന്നലെ കഴിച്ചപ്പോഴത്തേനും അടിപൊളി ഒരു കോമ്പിനേഷനായിട്ട് തോന്നി. എന്ന് വെച്ചാൽ എനിക്ക് പല ഐറ്റംസിനും ടൊമാറ്റോ സോസ് ഇഷ്ടമില്ല, എന്നാൽ ഇതുപോലത്തെ ബ്രെഡ് ഐറ്റംസിനൊക്കെ ടൊമാറ്റോ ഞാനങ്ങനെ ഉപയോഗിക്കുന്ന ആളല്ല. പക്ഷേ ഇതിൻ്റെ കൂടെ ഇന്നലെ ഈ ഒരു എന്താ പറയുക ഫ്രൈഡ് ഒണിയനും വന്നിട്ട് ബ്രെഡൊക്കെ ടോസ്റ്റ് ചെയ്ത് ഇങ്ങനെ കഴിച്ചപ്പോഴത്തേനും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കണ്ടോ. അപ്പോൾ ബാക്കിയുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള ഞാൻ ആ കംപ്ലീറ്റ് തീർക്കുകയാണ്. കംപ്ലീറ്റ് ആയിട്ട് തീർത്തിട്ടുണ്ട്. ഒരു എന്താ പറയുക 8-10 പീസ് ബ്രെഡ് ഞാൻ പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇതാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. ഞാൻ പറയാം, ഇതിൽ ഞാൻ ചേർത്തിരിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ, സവോളയും പച്ചമുളകും ഉപ്പും മുട്ടയും മാത്രമേ ഞാൻ ചേർത്തിട്ടുള്ളൂ. പൊടികളായിട്ട് വേറെ പ്രത്യേകിച്ച് ഒന്നും ചേർത്തിട്ടില്ല. പക്ഷേ ഈ സവോള ഒരുപാട് മുകളിലേക്ക് ടോപ്പിലേക്ക് നമ്മളിങ്ങനെ പ്രസ് ചെയ്ത് വെക്കുമ്പോൾ എന്നിട്ട് അത് തിരിച്ച് വെളിച്ചെണ്ണയിൽ തന്നെയാണ് ചെയ്തത്. അതുകൊണ്ടൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടായിരുന്നു. സൺഫ്ലവർ ഓയിലിൽ ചെയ്യുന്നതിനേക്കാളും കൂടുതൽ വെളിച്ചെണ്ണയിലാണ് ചെയ്തത്. കാരണം കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കേണ്ടത് കൊണ്ട് സൺഫ്ലവർ ഓയിലിൻ്റെ യൂസ് എന്ന് പറയുന്നത് ഇപ്പോൾ വളരെ കുറവാണ്. ഇപ്പോൾ കറിയാണെങ്കിലും കുറച്ച് കോക്കനട്ട് ഓയിൽ ഉപയോഗിച്ചിട്ടാണ് വെക്കുന്നത്. അപ്പോൾ അതുപോലെ ഇത് ബ്രെഡ് പൊരിക്കുന്നതും പഴം പൊരിക്കുന്നതും എല്ലാ വക ഐറ്റംസ് പൊരിക്കുന്നതും കുറച്ച് കോക്കനട്ട് ഓയിൽ ഒഴിച്ചിട്ടാണ്. അപ്പോൾ കോക്കനട്ട് ഓയിൽ ചെയ്യുമ്പോഴത്തേനും ഈ ബ്രെഡ് പൊരിച്ചതിനൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ എത്ര പച്ചമുളക് ഇട്ടാലും എനിക്ക് പച്ചമുളക് കുറച്ച് വലിയ പീസാണെങ്കിൽ കടിക്കാനൊരു ധൈര്യക്കുറവുണ്ട്. ഞാൻ ഡയറക്റ്റ് പച്ചമുളക് അങ്ങനെ കടിക്കാറില്ല. നമ്മൾ ക്രഷ് ചെയ്തോ അതുപോലെ തന്നെ ക്രഷ് ചെയ്തൊക്കെ ഇടുകയാണെങ്കിൽ ഓക്കെ, വളരെ ചെറുതായിട്ട് നൈസായിട്ട് ചോപ്പ് ചെയ്തിടുകയാണെങ്കിലും ഓക്കെയാണ്. പക്ഷേ വട്ടത്തിലരിഞ്ഞ് പച്ചമുളക് ഇടുമ്പോൾ എനിക്ക് കടിക്കാൻ കുറച്ച് മടിയാണ്. അതിനുശേഷം നമ്മുടെ ഈവനിങ് സ്നാക്ക് ടൈമൊക്കെ കഴിഞ്ഞു. അതിനുശേഷം ഡിന്നറിന് എന്ത് കുക്ക് ചെയ്യുമെന്ന് ആലോചിച്ചപ്പോഴത്തേനും ഞാൻ ഒരു സിമ്പിൾ തട്ടിക്കൂട്ട് കുക്കർ മുട്ടക്കറിയാണ് വെച്ചത്. ഒരു സിമ്പിൾ മുട്ടക്കറി. ഞാൻ ഒരുപാട് കുക്കിങ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ഫ്രഷായിട്ട് രാത്രി ഒരു തട്ടിക്കൂട്ട് മുട്ടക്കറിയാണ് വെച്ചത്. അതും കുക്കറിൽ തന്നെയായിരുന്നു, ഫുൾ പരിപാടി കുക്കറിൽ തന്നെയായിരുന്നു. കുക്കറിൽ കുറച്ച് കോക്കനട്ട് ഓയിൽ ഒഴിച്ചതിന് ശേഷം നമ്മുടെ എന്ത് ചെയ്തു, സവോളയും തക്കാളിയും പച്ചമുളകും
കറിവേപ്പില ഇട്ടു. അതിനുശേഷം പൊടികളായിട്ട് ഞാൻ ചേർത്തിരുന്നത് കുറച്ച് പെരുംജീരകപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചില്ലി പൗഡറും ഇത്ര ഇട്ടു. കുക്കറിൽ 2 വിസിൽ കേട്ടു. നമ്മുടെ മുട്ടക്കറി റെഡിയായി. അപ്പോൾ ഒരു ഈസി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള കുക്കർ മുട്ടക്കറി. അപ്പോൾ അതിലേക്ക് ഞാൻ എടുത്തിരിക്കുന്നത് ഇടിയപ്പമായിരുന്നു. അപ്പോൾ ഇതാ ഇടിയപ്പവും ഈസി ടേസ്റ്റി മുട്ടക്കറിയുമായിരുന്നു. അപ്പോൾ നമ്മുടെ ഡിന്നർ എന്ന് പറയുന്നത് ഒരു സിമ്പിൾ മുട്ടക്കറിയും ഇടിയപ്പം. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള എൻ്റെ ഇന്നലത്തെ മീൽസ്, അതായത് ബ്രേക്ക്ഫാസ്റ്റ്, ഡിന്നറ്, ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ, ഇടയ്ക്കുള്ള ചെറിയ ചെറിയ കഴിപ്പ് കാര്യങ്ങൾ. അപ്പോൾ എൻ്റെ ഇന്നലത്തെ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ ഫുഡടി പരിപാടി, എൻ്റെ ഫുഡ് കഴിക്കൽ പരിപാടി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ പിന്നെ രാത്രി ആയപ്പോഴത്തേനും ഇക്കാക്ക് കുറച്ച് ചായ വെച്ചു. അപ്പോൾ കുറേ ദിവസമായില്ല ചായ കുടിച്ചിട്ട്. അപ്പോൾ എന്തോ കുറച്ച് ചായ കുടിക്കാനായിട്ടൊരു ആഗ്രഹം തോന്നി. അങ്ങനെ ഇക്കയുടെ കയ്യിൽ നിന്ന് കുറച്ച് ചായ വാങ്ങിച്ച് ഞാൻ കുടിച്ചതാണ്. അപ്പോൾ നല്ല ചൂട് ഇടിയപ്പവും നല്ല സ്പൈസി ആയിട്ടുള്ള മുട്ടക്കറിയും മുട്ടയും ഒക്കെ വെച്ചിട്ട് നല്ല എൻജോയ് ചെയ്ത് നല്ല അടിപൊളിയായിട്ടുള്ള ഡിന്നർ കഴിക്കുകയാണ്. അപ്പം വായ്ക്ക് ടേസ്റ്റ് ഇല്ലായിരുന്നു, മൂക്ക് അടഞ്ഞായിരുന്നു, മൂക്കിന് സ്മെല്ലില്ലായിരുന്നു, വായ്ക്ക് ടേസ്റ്റ് ഇല്ലായിരുന്നു. ഇപ്പോൾ പയ്യെ എല്ലാം തിരിച്ച് കിട്ടിയത് കൊണ്ട് അത്യാവശ്യം സ്പൈസി ആയിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ കഴിക്കാനായിട്ട് നല്ല തോന്നുന്നുണ്ട്. അതുകൊണ്ടാണ് രാവിലത്തെ പൊട്ടറ്റോ കറി അത്യാവശ്യം സ്പൈസി ആയിരുന്നു, മുട്ടക്കറി സ്പൈസി ആയിരുന്നു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.